എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചത് ബിജെപിയുടെയും എൻഡിഎയുടെയും അനായാസ വിജയമായിരുന്നു. എന്നാൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യ സഖ്യം വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന കാഴ്ചയാണ് കണ്ടത്. പല സന്ദർഭങ്ങളിലും ഇന്ത്യ സഖ്യം എൻഡിഎയ്ക്കൊപ്പമെത്തി. ഇക്കുറിയും 400 സീറ്റുകൾക്ക് മേൽ നേടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ഇതിനായി രാജ്യത്തെ ഭരണഘടനാപരമായ അധികാര സ്ഥാപനങ്ങളെ മുഴുവൻ കൈപ്പിടിയിലാക്കിയാണ് മോദി ഗ്യാരണ്ടി വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഇറങ്ങിയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി പദവിയിലിരുന്ന അമിത്ഷായും വിഭജന തന്ത്രങ്ങൾ പലതാണ് പയറ്റിയത്. പാർട്ടിക്ക് വഴങ്ങാത്തവർക്ക് പിന്നാലെ അന്വേഷണ ഏജൻസികളെ അധികാരപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇക്കുറി 400 മീതെ എന്ന് തന്നെയായിരുന്നു ഇലക്ഷൻ മുദ്രാവാക്യം. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതോടെ പിൻവലിച്ചു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കുതിച്ചുയർന്ന ദാരിദ്ര്യ നിരക്ക്, ഇതിനിടയിൽ നട്ടം തിരിഞ്ഞ ജനങ്ങൾ തനിക്കത്ര അനുകൂലമല്ല എന്ന് മോദി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വർഗീയ വിഷത്തിന്റെ കാഠിന്യവും വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ലഭിച്ചത് 20,000-ലധികം പരാതികളായിരുന്നു. CPIM ആകട്ടെ പോലീസിലും പരാതി നൽകി. പക്ഷേ വിമർശനങ്ങൾ കടുത്തതോടെ കമ്മീഷൻ BJP നേതൃത്വത്തിനോട് വിശദീകരണം ചോദിച്ചു. അപ്പോഴും മോദിയെ പരാമർശിച്ചില്ല. ഉത്തർപ്രദേശിൽ രാമക്ഷേത്രവും സിഖ് മതഗ്രന്ഥവും പരാമർശിച്ച് വോട്ട് ചോദിച്ചെന്ന പരാതിയിൽ മോദിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകി. ഉത്തർപ്രദേശിലെ പിലീഭിത്തിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ നൽകിയ പരാതിയിലായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ക്ലീൻ ചിറ്റ്. 2019 രാഹുൽ ഗാന്ധി അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന് കാട്ടി വിവിധയിടങ്ങളിൽ ഇതേ നിയമങ്ങൾ പ്രകാരമായിരുന്നു ചട്ടലംഘനത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. BJP നേതാവ് ഹേമമാലിനിക്കെതിരെ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല നടത്തിയ പരാമർശത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തു. 48 മണിക്കൂർ നേരത്തേക്കാണ് രൺദീപ് സിംഗ് സുർജേവാലയെ ഇലക്ഷൻ പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. രാജസ്ഥാനിൽ ഏപ്രിൽ 21 ഞായറാഴ്ച നടത്തിയ കടുത്ത വർഗീയ പരാമർശത്തിന് പിന്നാലെ ഇതര സംസ്ഥാനങ്ങളിലും സമാനമായ പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി തുടർന്നത്. ലോകവ്യാപകമായി തന്നെ പ്രധാനമന്ത്രിയുടെ നടപടികൾ വിമർശിക്കപ്പെടുകയും ചെയ്തു. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നിസ്സഹായമായാണ് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. ആ അധികാര ഹുങ്കിനാണ് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകിയത്. വാരാണസിയിൽ രാജ്യത്തെ പ്രധാനമന്ത്രി ജനവിധി തേടിയ മണ്ഡലത്തിൽ തന്നെ വോട്ടെണ്ണുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ പിന്നിലായി പോയ അനുഭവവും ഉണ്ടായിരുന്നു. പ്രതിപക്ഷവും ഇത്തവണ തന്ത്രങ്ങൾ മാറ്റിയിരുന്നു. BJP വിരിച്ച വലയിൽ വീഴാതിരിക്കാനും അതേസമയം തന്നെ അവരെ ഉത്തരം പറയാൻ നിർബന്ധിതരാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. 7 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദി എന്ന ഒറ്റ ബിംബത്തിലൂന്നി നേരിടുകയായിരുന്നു BJP. വികസിത ഭാരതം, മോദി ഗ്യാരണ്ടി, മോദിക്ക് പരിവാർ എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ NDA ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ. എന്നാൽ ശക്തി കേന്ദ്രമായ UP-യിലെ വോട്ടർമാർ പോലും ഇതിനെ തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ജനങ്ങൾ കണ്ടത്.